ഒരു ദിവസം ഗുരുദേവൻ തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം 3 വിദ്യാർത്ഥികളും ഒരു രാജാവും മന്ത്രിയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. നമസ്കാരം ഗുരുദേവ. ഞങ്ങൾ അങ്ങയെപ്പറ്റി ധാരാളം കേട്ടിരുന്നു. ഞങ്ങൾക്ക് ഒരു സംശയമുണ്ടാതോന്ന് ചോദിച്ചോട്ടെ? അതിനെന്താ, ചോദിച്ചോളൂ. ഗുരുദേവ, ഭൂമി അനന്തന്റെ തലയിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് തെറ്റല്ലേ? നിങ്ങളുടെ സയൻസിൽ എന്താണ് പറയുന്നത്? വിശ്വത്തിലുള്ള ഗ്രഹങ്ങളും സൂര്യനും കോടാനുകോടി നക്ഷത്രജാലങ്ങളും ഭൂമിയും ആകർഷണശക്തിയാലാണ് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊരു അനന്തമായ ശക്തിയാണല്ലോ. അങ്ങനെ ധരിച്ചാലും മതി. ഗുരുദേവന്റെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് അതേ കമ്പാർട്ട്മെന്റിൽ ഒരു രാജാവും അദ്ദേഹത്തിന്റെ മന്ത്രിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഗുരുദേവന്റെ സംഭാഷണം കേട്ട് ഗുരുദേവനോട് വളരെ ബഹുമാനം തോന്നി. നിങ്ങളുടെ പേരെന്താണു? നാരായണൻ. ജാതിയിലാരാണ്? കണ്ടാൽ അറിഞ്ഞുകൂടെ? അറിഞ്ഞുകൂടാ. കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ ഇങ്ങനെ അറിയൂ. മനുഷ്യരെല്ലാം ഒരേ ജാതിയാണെന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്.